മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ റിലീസിന് ഇനി 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നവംബർ 27-നായിരുന്നു സിനിമയുടെ ആദ്യം പ്ലാൻ ചെയ്ത റിലീസ് ഡേറ്റ്. പിന്നീട് എന്തോ കാരണം കൊണ്ട് അത് ഒരാഴ്ചയിലേക്ക് മാറ്റി. അത് വളരെ മോശം തീരുമാനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നവംബർ 27 എന്ന് പറയുമ്പോൾ 4 ദിവസത്തെ വീക്കെൻഡ് ആയിരുന്നു. അത് മാത്രവുമല്ല, UAE-യിലാണെങ്കിൽ വലിയ ഹോളിഡേയ്സും ആയിരുന്നു. അതിനോടൊപ്പം തന്നെ മലയാളത്തിൽ വേറെ ഒരു റിലീസും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എക്കോയും വിലായത്ത് ബുദ്ധയും കഴിഞ്ഞ് ഈ ഒരു വീക്കെൻഡിൽ വേറെ ഒരു റിലീസും കാര്യമായിട്ട് മലയാളത്തിൽ നിന്നല്ല, അന്യഭാഷകളിൽ നിന്ന് പോലുമില്ല. അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള വീക്കെൻഡ് മുന്നിൽ കിടക്കുമ്പോൾ അത് ഒരാഴ്ചത്തേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ അവർ ഡിസംബർ 5-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഡിസംബർ 5 എന്ന് പറയുമ്പോൾ ഫ്രൈഡേ റിലീസാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തെ വീക്കെൻഡേ ഉണ്ടാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്ന് ബാലയ്യയുടെ അഖണ്ഡ റിലീസ് ഉണ്ട്, അതുപോലെ ഹിന്ദിയിൽ നിന്ന് ദുരന്ത റിലീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളുണ്ട്. മലയാളത്തിൽ നിന്നാണെങ്കിൽ റേച്ചൽ എന്ന് പറയുന്ന സിനിമ കൂടെ റിലീസിനുണ്ട്. അതിനോടൊപ്പം ചെറിയ വേറെയും റിലീസുകളുണ്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിലാണ് അവതാറും ഭയംഭക്തി ബഹുമാനവും ഒക്കെ തിയേറ്ററിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അതിനപ്പുറത്തേക്കാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷൻ രീതികളിലെ വീഴ്ച. പൊതുവെ മമ്മൂട്ടി കമ്പനി ഏത് സിനിമ റിലീസിന് എത്തിക്കുകയാണെങ്കിലും വളരെ ചെറിയ റിലീസ് ആയിരിക്കും. അത് മാത്രവുമല്ല, വളരെ മോശം പ്രൊമോഷണൽ പരിപാടികളായിരിക്കും. കാരണം മമ്മൂട്ടിയുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ മലയാളത്തിലെ വലിയ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞു വരുന്ന ഒരു റിലീസ്. അപ്പൊ അതിന് ആ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ വേണം. പക്ഷെ മമ്മൂട്ടി കമ്പനി എന്തായാലും അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നു. കാരണം സിനിമയ്ക്ക് 6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അവർ ജസ്റ്റ് പോസ്റ്റേഴ്സ് ഇറക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ വിനായകന്റെയും മമ്മൂട്ടിയുടെയും 2 ഇന്റർവ്യൂസ് കൊണ്ടുവരുന്നു. തീർന്നു. വേറെ ഒരു പ്രൊമോഷൻ പരിപാടിയും ഇല്ല. സിനിമയുടേതായിട്ട് യൂഷ്വലി നമ്മൾ കാണുന്ന പോലെ കണ്ടന്റുകൾ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. കണ്ടന്റുകളൊക്കെ ഗംഭീരമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ആളുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള മറ്റ് പ്രൊമോഷൻ പരിപാടികളൊന്നും അവർ ചെയ്യുന്നില്ല. ആരാധകർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ വലിയ നിരാശയിലുമാണ്. സിനിമയുടേതായി പുറത്തു വന്ന കണ്ടന്റുകളൊക്കെ ഗംഭീരമായതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് വളരെ ചെറിയ പ്രൊമോഷൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല. മുൻപ് കണ്ണൂർ സ്ക്വാഡ് ഉൾപ്പെടെ റോഷാഗ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഗംഭീര സിനിമകളായിട്ടും അവയൊന്നും വലിയ കളക്ഷനിലേക്ക് പോവാതിരുന്നത് ഈ പറഞ്ഞ ലോ പ്രൊമോഷൻ പരിപാടികളും അതുപോലെ ലോ തിയേറ്റർ ചാർട്ടിങ്ങും കൊണ്ടാണ്. കളങ്കാവലിന് വീണ്ടും അത് ആവർത്തിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പൊ ലഭിക്കുന്നത്. സിനിമ ഗംഭീരമാവട്ടെ, മമ്മൂട്ടി കമ്പനി കുറെ കൂടെ വൈഡ് റിലീസിലേക്ക് സിനിമയെ കൊണ്ടുപോകട്ടെ.